ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു. ആമേൻ. ക്രിസ്മസ് ആയിട്ട് പാറക്കുന്നേൽ വർക്കിച്ചനും മക്കളും അമേരിക്കയിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബൈലി വീട്ടിൽ വന്നെങ്കിൽ ഇങ്ങോട്ടൊക്കെയായിരിക്കും ആദ്യം അവർ വരുന്നത്. ഒന്ന് എനിക്കൂടെ തോന്നിച്ച. ഇത് കട്ടൻ ചായ അല്ല. അതെനിക്കറിയാലോ, ജവാനിൽ കരിക്കും വെള്ളം ചേർത്താണ്. ഇതേ റമ്മിൽ കരിക്കും വെള്ളം ചേർത്ത് കുടിച്ചാലുണ്ടല്ലോ ഷുഗർ കയറി പിടിക്കും. പറഞ്ഞേക്കാം. നീ കഴിച്ചാൽ അങ്ങനെ തന്നെയല്ലേ? ഷുഗർ കയറി പിടിക്കില്ല ബൈലി. അല്ല, ഈ ഷുഗർ പാതി പാതി പിടിച്ചാൽ വലിയ പ്രശ്നം വരികയല്ലോ. ഈ ഷുഗറേ തൽക്കാലം എന്നെ തന്നെ അങ്ങ് പിടിച്ചാൽ മതി. അതെ, കട്ടചായം കുടിച്ച് കിന്നവരം പറഞ്ഞു നിൽക്കാതെ ഏർച്ചെടുക്കണം മാപ്പിളെ. ഞങ്ങൾക്ക് എന്നൊരു പാർട്ടി ഉള്ളതാ. ഇന്നത്തെ കച്ചവടം നിർത്തി, എല്ലാരും പിരിഞ്ഞു പോണം. അപ്പൊ ആ കിടക്കുന്ന കാൽക്കുറവാ അത് ആർക്കത്? അതോടും പങ്കെടുത്തോമ്മി, വെറുതെ ആൾക്കാരെ മെനക്കെടുത്താതെ. അതിന് ഓർഡറുള്ള ആൻഡോ? ഓർഡർ അനുസരിച്ച് മേടിക്കാൻ ഇവിടെ ആറുള്ളേ. തോമിച്ച ആ കുറവങ്ങോട്ട് വണ്ടിയിലോട്ട് കയറ്റ്. എപ്പോ കയറ്റി ചോദിച്ചാൽ മതി. ബൈലി പോത്ത് തന്നെയല്ലേ തോമിച്ച? കർത്താവാണ് സണ്ണി പോത്താ. ഇത് ഞങ്ങൾക്ക് തരാതെ ഇവിടുന്ന് പൊങ്ങൂല അച്ചായമാരെ. ക്രിസ്മസ് അല്ല തോമിച്ച, ഞങ്ങള് കഴിക്കട്ടെ കുറച്ച് ബീഫ്. അവന്മാര് വേണേ അപ്പുറന്ന് കഴിക്കട്ടെ അല്ലടാ. നിർത്തടാ അല്ല അച്ചായന്മാരെ. വർക്കിച്ചായനെന്തേ? ഇപ്പൊ വരും സമ്മാനം മേടിച്ചോണ്ട്. ക്രിസ്മസ് അല്ലയോ, സമ്മാനം കൊടുക്കണ്ടായോ? അപ്പൊ എങ്ങനെയാ ഡാനി, നമുക്ക് അപ്പുറത്ത് മേടിക്കാല്ലേ? ഇവിടുന്ന് തന്നെ വാങ്ങിക്കല്ലേ, അതല്ലേ എൻ്റെ ശരി അല്ലേടാ സോളമാ? അതാ എൻ്റെ ഒരു ശരി തന്നെയാ ഞാൻ പറഞ്ഞേ. എല്ലിച്ചിട്ട് മുപ്പുണ്ടേലും ഇറച്ചി നല്ല മയമുള്ളതാ അല്ലേ സോണിച്ച? അപ്പോ പോത്തിന്റെ മുമ്പില് വേദോതിയിട്ട് കാര്യമില്ല ചേട്ടായിമാരെ. പോത്തിന്റെ മുമ്പിലടാ, ചെവിയിൽ. അതാണ് തോമിച്ച കൊറേ വണ്ടിയിലിട്ട് കയറ്റി. കാൽക്കുറവിന്റെ കൂടെ തോമ്മിയുടെ കൈക്കുറോട് കൊണ്ടോണ്ടി വരും. അപ്പൊ അമേരിക്കയിലേക്ക് തിരിച്ചു പോണേ അച്ചായമാരെ? കൊണ്ടുപോകാടോ നിന്നെ.
ആരെയും വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ആർക്കും ശിക്ഷ വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. എല്ലാവരോടും ക്ഷമിക്കുവിൻ, എന്നാൽ ദൈവം നിങ്ങളോടും ക്ഷമിക്കും. ആമേൻ. അയ്യോ, ക്രിസ്മസിനുള്ള ആദ്യത്തെ സമ്മാനം കൊടുത്തുപോയല്ലോടാ തൊമ്മി. അടുത്ത സമ്മാനം നിനക്കായാലോടാ തൊമ്മിയേ. അയ്യോ വേണ്ടായേ. എന്നാ പിന്നെ സമയം കളയാതെ ആ കുറവെടുത്ത് വണ്ടിയിലോട്ട് കയറ്റ്. ക്രിസ്മസ് ആയിട്ട് ഒന്നിന്റെ ഒരു കുറവ് വേണ്ട. എന്തായാലും അടിയും പിടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പള്ളിയിലോട്ട് ചെന്ന് അച്ഛനെ ഒന്ന് കണ്ടേച്ച് വീട്ടിലോട്ട് പോകാം. പാടാ പിള്ളേരെ. എല്ലാരും ഉണ്ടല്ലോ. വർക്കിച്ചൻ വന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ വർക്കിച്ചനോട് പിണക്കുവാ. കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ ചെന്നപ്പോഴേ സ്നേഹാലയം പണി തരാം, കുരിശുപള്ളി പണി തരാമെന്ന് പറഞ്ഞിട്ടേ ആലയം പോയിട്ട് സ്നേഹം പോലും കാണിക്കുന്ന ഭാവമില്ല പുള്ളിക്ക്. ഇപ്പൊ 2 കൊല്ലം അറിയാവോ? അല്ലച്ചോ, ഇപ്പൊ ഈ വരവില്ലേ അപ്പച്ച സ്നേഹാലയത്തിന് തറക്കല്ലിടാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അല്ല ബെന്ന, നിങ്ങൾ എന്റെ സംസാരം അങ്ങനെ കുറ്റൊന്നും പറയണ്ട. എന്റെ അച്ഛൻ്റെ സാമ്പാർ അവിയലൊക്കെ എന്നാ ടേസ്റ്റാ. പിന്നെ അപ്പച്ചൻ വീട്ടിൽ മാത്രം ഒന്നും കഴിക്കത്തില്ല. എങ്ങനെ കഴിക്കും? അച്ഛൻ കേൾക്കണം. അപ്പച്ചൻ അവിടെ നിന്ന് കഴിച്ചാലും അന്ന് ഫുഡ് പോയിസൺ അടിച്ച് വായിന്നും വയറ്റിന്നും പോട്ടെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഞാൻ ഒറ്റ കാരണം അച്ഛാ അന്ന് അപ്പച്ചൻ രക്ഷപ്പെട്ടത്. അതെങ്ങനെ? ഞാനൊരു ഒറ്റമൂലി കൊടുത്തു. എന്തൊറ്റമൂലി? പച്ച ഇഞ്ചി കുത്തിച്ചേച്ചിട്ടേ പഞ്ചസാരം ചേർത്ത് അങ്ങോട്ട് കൊടുത്തു. ഓഹോ, അത് ശരി. അങ്ങനെ ഷുഗറുള്ള അപ്പച്ചനെ ഹൈ ഷുഗർ അടിച്ച് 1 മാസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി. നല്ല കാര്യം. ഹരിദൂഷണം കേട്ടിട്ട് കൊറേ നാളായി. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അനിജി, സമയം വൈകി നമുക്ക് പോണ്ടേ? അത് നേരാണല്ലോ കർത്താവേ. അച്ഛാ, നാളെ വീട്ടിലോട്ടൊന്ന് വരണേ. വീട്ടിലേക്കോ? എനിക്ക് സത്യം പറഞ്ഞാലേ ഇത്തിരി വലിച്ചു കടിച്ച് കഴിക്കുന്നതൊക്കെയാണ് എനിക്കിഷ്ടം. എന്നാലും കോഴി ഗ്യാസ, അതുകൊണ്ട് പോത്തിറച്ചി വെച്ചാൽ മതി കേട്ടോ. നല്ലതായിട്ട് അങ്ങോട്ട് കുരുമുളക് ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. അപ്പൊ അച്ഛന് നോയമ്പില്ലേ? നോയമ്പ് ഇന്നുകൊണ്ട് തീരുവല്ലേ വെച്ചേ, നമുക്ക് നാളെ വെച്ച് അലക്കാവല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ഓ ശരി. അപ്പൊ പോത്ത്. ഓ ശരി 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 ശരി. കണ്ണി കണ്ടോടത്തൊക്കെ വായും പൊളിച്ചു നിന്ന് നേരെ സന്ധ്യയായി. എടാ മസില് വിടറാ, നമ്മള് പള്ളിയിലോട്ടാ വന്നേക്കണേന്ന്. 2 കൊല്ലായില്ലേ ഇടവയിലേക്ക് വന്നിട്ട്. കുഴിക്കണ്ട അച്ഛൻ്റെ പരാതിയും പരിഭവവും ഒത്തിരി ഉണ്ടാവും. കഴിഞ്ഞ തവണ അച്ഛൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ പള്ളി പണിയാനുള്ള കാശും കൽക്കുരിശ് പണിയാനുള്ള കാശ് വെച്ച് പോയതാ. എടാ, കുരിശ് പണിയാനുള്ള കാശ് അച്ഛൻ്റെ പോക്കറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ കുരിശാവും. അതുകൊണ്ടാ നേരിട്ട് വന്ന് ട്രസ്റ്റ് ഏൽപ്പിക്കാമെന്ന് ഞാൻ അങ്ങ് പറഞ്ഞത്. ഇത്തവണത്തെ പള്ളിപ്പെരുന്നാളും സ്നേഹാലയത്തിന്റെ തറക്കല്ലിടലുമെല്ലാം നമുക്ക് ഒരുമിച്ച് നടത്തിയാലോ അപ്പാ? ഓ ചെലവാ. എന്നാ പിന്നെ 2 നേരത്തെ നേർച്ചദ്യൂട് നടത്താപ്പാ. പാഴ്ചെലവ്. ആണ്ട്ര പിള്ളേരെ, ആരടാ ഈ സന്ധ്യാനേരത്ത് ഭണ്ണാരം കുത്തുന്നേ? മൂർച്ചയില്ലല്ലോ. ഇല്ലടാ, വെട്ടുള്ളി ഉണ്ടോ കയ്യില്? വെട്ടുള്ളി. എന്താ ചെയ്യാ? പൊളിയണില്ലല്ലോ. ആൾക്കാരും ഇങ്ങോട്ട് ഇറങ്ങി വാച്ചോ. കണ്ട ഭണ്ണാരം കുത്തിയവന്മാരെ എന്റെ പിള്ളേര് കയ്യോടെ അങ്ങ് പൊക്കി കൊണ്ടുപോടാവന്മാരെ. സ്കൂട്ടറും കത്തിയും കൊണ്ടൊന്നും അല്ല പൊളിക്കാൻ നോക്കിയത്, വെട്ടുള്ളിയും കൊണ്ടാ പൊളിക്കാൻ നോക്കിയത്. രണ്ടും നല്ല പഠിച്ച കള്ളന്മാരാ. സാബു, എന്നടാ സാബു? ആരടാ ഇത്? ഇതാച്ചാ ഞങ്ങൾ പിടിച്ച കള്ളൻ. എന്റെ വർക്കിച്ചായ, ഇത് കള്ളനൊന്നുമല്ല, ഇത് കൊച്ചച്ഛനാ, പീലിപ്പോസ് അച്ഛൻ.
ഞങ്ങൾ ഭണ്ഡാരം തുറക്കാൻ വേണ്ടിയിട്ട് താക്കോൽ ഒഴിച്ച് കിട്ടിയില്ല അച്ചോ. അതുകൊണ്ട് താഴെ അറുത്ത് മാറ്റിയിട്ട് പുതിയതിടാൻ ശ്രമിച്ചോ. ഒരു കയ്യബദ്ധം മാറിപ്പോയതാ അച്ചു. ഫസ്റ്റ് ഞാൻ അമേരിക്കയിലോട്ട് പോയപ്പോ ഇവിടെ അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, കൊച്ചച്ഛൻ്റെ ഈ ബോഡി ഇനി ഏതെങ്കിലും പഞ്ചകർമ്മ ചികിത്സ കൊണ്ടുപോയി പുഴുങ്ങാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടത്തിലൊരു ചവിട്ടിത്തിരിമുടായിക്കോട്ടെ. ഇനി ആ ബോഡിക്കകത്ത് നക്ഷത്രം തൂക്കാൻ പോലും ഇല്ലാത്ത ആവതാക്കി കളഞ്ഞില്ലയോ? ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്കെല്ലാവർക്കും കൂടി അകത്തിരുന്ന് സംസാരിക്കാം. കയറി വാ. നോക്കടാ പോ. ഇരിക്കിരിക്കിരിക്ക് എല്ലാവരും അവിടെ ഇരിക്ക്. വർക്കിച്ച, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതെ, ഈ അമേരിക്കയിൽ ഞങ്ങൾക്ക് പിടിപ്പത് തിരക്കുണ്ടായിട്ടും ലീവ് എടുത്ത് നാട്ടിലോട്ട് വന്നത് ഈ സ്നേഹാലയം പള്ളിക്ക് പണിയുന്നതിന് വേണ്ടി അച്ഛനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അപ്പച്ചൻ പറഞ്ഞതുപോലെ മാതിരപ്പള്ളിയിൽ ഞങ്ങളുടെ സ്ഥലത്ത് പാവപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി സ്നേഹാലയം എന്ന പേരിൽ ഒരു കെട്ടിടം പണിത് ചാരിറ്റി ട്രസ്റ്റാക്കി ഈ നാടിന് സമർപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് വേണമല്ലോ. എന്റെ പൊന്നച്ചോ, ആ ചെട്ടിയാർക്ക് സ്ഥലത്തിലൊരു കണ്ണുണ്ട്. അദ്ദേഹം ഇത് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ച് ഒത്തിരി തവണ ഞങ്ങളെടുത്ത് വന്നതുമാണ്. ഭയങ്കര ഈ പുറമ്പോക്ക് ഭൂമിയിലെ ഞങ്ങളുടെ സ്ഥലം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേസ് വരെ കൊടുത്തു ചെട്ടിയാര്. അത് നടക്കില്ലാന്ന് കണ്ടപ്പോ പല പണിയും നോക്കി. അയാൾക്ക് ഈ സ്ഥലം കിട്ടിയ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള പരിപാടിയാ. വർക്കിച്ച, ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? എന്റെ പൊന്നച്ചു, ഇനി അച്ഛനല്ല വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ നേരിട്ട് വന്ന് സംസാരിച്ചാലും ചെട്ടിയാര് അനങ്ങേല. ഓ, എന്നാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നോക്ക്. പിന്നെ വർക്കിച്ചായോ, പള്ളിയുടെ മുന്നിലെ ഒരു കൽക്കുരിശ് സ്ഥാപിക്കുന്ന പറഞ്ഞായിരുന്നു ഞാൻ. അതൊന്ന് പുതുക്കി പണിയുന്നതിനുള്ളൊരു ഫണ്ട് ഒന്നോ രണ്ടോ? രണ്ടും ഒന്നും മൂന്നും പൊളിഞ്ഞ് കിടക്കുക. മൂന്നും പോയോ? അതല്ലെന്നേ, സൂചി പോയി. അയ്യോ അതല്ല, എവിടെ ചിന്തിക്കുന്നു അവിടെ സംഭവം. ശൗചാലയം. അതാണ് ഞാൻ പറഞ്ഞു വന്ന വർക്കിച്ച. പിന്നെ നമ്മുടെ സെമിത്തേരിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയിച്ചുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നച്ചോ, അവിടോട്ട് ഇനി എന്നാ പണിയാൻ? അവിടെ കിടക്കുന്നവരെങ്കിലും മനസമാധാനമായിട്ട് കിടക്കട്ടെ അച്ചോ. അച്ചോ, എന്തൊക്കെ ചെയ്യണമെന്നൊരു ലിസ്റ്റ് ഇറക്കി ഞങ്ങൾക്ക് താ. എന്റെ വർക്കിച്ച, ഞാൻ ആ ലിസ്റ്റും പ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ ഇവിടെ. പിന്നെ എന്താ പിടിച്ച് വായിച്ചോ പോട്ടെ വായിച്ചു വെക്കൂ. പോട്ടെ മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെ. എന്നാ വർക്കിച്ച? ഇവിടം വരെ അമേരിക്കയിലെ വീടും പറമ്പും ഒരു കുഴപ്പമില്ല. ബാക്കിയുണ്ടല്ലോ. ഇത് യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അതൊക്കെ വർക്കിച്ചന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നാലും കിടക്കും. എന്റെ ഓർമ്മ വന്നത് ചെറുതായിട്ട് ഞാനൊന്ന് കുത്തിക്കുറിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഇനി കിടക്കുമല്ലോ. പൊന്നു കർത്താവേ, ദയവ് ചെയ്ത് അച്ഛൻ ഇനി ഒന്നും ഓർക്കരുത്. എന്റെ വർക്കിച്ച, കഴിഞ്ഞ വർഷം കാനഡയിൽ നിന്നും തോമാച്ചൻ വന്നില്ലേ? പുള്ളിക്കാരൻ ഇതിനെക്കാട്ടും വലിയ റോളാണ് ഞാൻ കൊടുത്തു വിട്ടത്. അത് വെച്ച് നോക്കുമ്പോ ഇത് വളരെ നിസ്സാരം. വല്യപ്പച്ച, ഈ സ്റ്റാറുകൾക്കൊക്കെ എത്ര കാലുണ്ട്? സ്റ്റാറുകൾക്കെന്ന് പറഞ്ഞാ മോഹൻലാലിന് 2 കാലാണ്, മമ്മൂട്ടിക്ക് 2 കാലാണ്, ദിലീപിന് 2 കാലാണ്, അമിതാഭ് ബച്ചന് വരെ 2 കാലാ. എന്റെ ഓർമ്മയിലുള്ള സ്റ്റാറുകൾക്കൊക്കെ 2 കാലാ. അതല്ല പച്ച, ഈ സ്റ്റാറിന്. ഈ സ്റ്റാറിന്റെ കാലിന്റെ എണ്ണമാണോ നീ ചോദിച്ചത്? എടാ, സ്റ്റാറിന്റെ കാല് എണ്ണിക്കൊണ്ടിരിക്കേണ്ട സമയത്തിന് പോയി വല്ലോ ഞണ്ണാൻ നോക്കടാ. നീ ആ ഡാനിയുടെ മോൻ തന്നെ അല്ലയോ? നിന്റെ അപ്പൻ ഈ നാട് മുഴുവൻ നടന്ന് കാലിന്റെ എണ്ണ എടുത്തിട്ട് നാട്ടുകാരുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ നിന്റെ അപ്പനെ കൊണ്ട് ഞാൻ അമേരിക്കയിലോട്ട് പോയത്. മനസ്സിലായോ? കേറി പോ. ഈ ചെറുക്കന് ഇനി എന്നാണാവോ എന്നെ കാലേ വാരി നിലത്തടിക്കണത്? സ്നേഹാലയത്തിന്റെ പണി തുടങ്ങാനേ ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കും അതിന്റെ പണി പൂർത്തിയാവാൻ. പക്ഷേ നമ്മുടെ സ്ഥലം സർവേയിൽ നിലവായിട്ട് കിടക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പുറയിടമാക്കി മാറ്റണം. അതിനാ ശ്രീരൻ ചെട്ടിയുടെ അനിയനും കൂടി ആ വില്ലേജ് ഓഫീസറെ കയ്യിലാക്കി വെച്ചിരിക്കല്ലേ. അതിനൊക്കെ വഴി ഉണ്ടാക്കാടാ പിള്ളേരെ. ആനിയേ, പിള്ളേര് കൈ കഴുകിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. ഇവിടെ കഴിക്കാനും പിടിക്കാനും ഒന്നും ഇല്ലയോ? വേണ്ട, കുത്തിക്കൊണ്ടിരിക്കണവളെയും കൂടി കൂട്ടിക്കോ. എന്തിയടാ അവളാ ഒറ്റമലി ഉണ്ടാക്കാൻ പോയി. അയ്യോ എന്റെ കർത്താവ്, അപ്പൊ ഇന്നത്തെ കാര്യവും പോക്കാം. പിന്നെ കൊച്ചേ, എന്തുവാടി കഴിക്കാൻ? കള്ളപ്പം കോഴിക്കറി. ആണോ?
അപ്പൊ ഇത് ചേർത്തി ഉണ്ടാക്കിയല്ലേ? എന്റെ സോളമ ന്യൂയോർക്കിൽ വെച്ച് കഴിഞ്ഞ ക്രിസ്മസിനാണെന്നാ തോന്നുന്നത് ഇവക്ക് കള്ളപ്പം ഉണ്ടാക്കണമെന്ന് ഒരേ നിർബന്ധം. ന്യൂയോർക്കിൽ എവിടെ കള്ള് കിട്ടാനാ? എന്നിട്ട് അവസാനം വിനാഗിരി വശം ഉണ്ടാക്കി. അത് ഉണ്ടാക്കാൻ അറിയുന്ന ആളെ കാര്യ പറഞ്ഞത്. അത് കളയേണ്ട കാര്യം ഉണ്ടായില്ല. ഇത്തിരി ഉലുവയും കടുകും പൊടിച്ചിട്ട് അച്ചാറോടെ ചേർത്ത് ആനി സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കായിരുന്നു. അതെ, ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നേരെ ന്യൂയോർക്കിലോട്ട് തന്നെയല്ലേ വരുന്നത്. കള്ളുകുപ്പിയും പൊക്കിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് വാ വീട്ടിലോട്ട്. ഈ പറഞ്ഞ അച്ചാർ ഞാൻ ഉണ്ടാക്കി തരാം. ബെന്നൊന്നും പറയാനില്ലോടി. ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല അപ്പച്ച. ആ നന്നായി. അതെന്നാ അല്ല, സണ്ണിച്ചൻ +2 തോറ്റ് കാറ്ററിംഗ് തുടങ്ങിയത് നന്നായി എന്ന് പറയും. നിനക്കെങ്കിലും വായിൽ വെച്ചുവല്ലോ കൂട്ടാൻ പറ്റുമല്ലോ. ഈ സമയത്ത് ഇതാരാ? എടി ബെന്നാ കൊച്ചേ, നീ ഒന്ന് പോയി നോക്കി. നീ ചെല്ലു. ഞാൻ കൂടെ പാപ്പച്ച. വർക്കിച്ചാനല്ലേ ഇവിടെ? അപ്പച്ചനുണ്ടല്ലോ, ഒന്ന് വിളിക്കാമോ? അപ്പച്ചാ ദേണ്ട വിളിക്കുന്നു. ആരാ അത്? ആ തൊമ്മിയോ? നിങ്ങളെ സ്നേഹാലമണി സ്ഥലത്തിന്റെ അതിർത്തിയിലെ ആ ചെട്ടിയാരും അനിയന്മാരും കൂടി പൂജയും മന്ത്രവും മറ്റൊക്കെ നടത്തുവാണ്. എടാ, അത് അവന്റെ സ്ഥലമല്ലേ, അവൻ എന്തേലും കാണിച്ചോട്ടേന്ന്. വർക്കിച്ചാൻ സ്ഥലത്തേക്ക് ഷെഡ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ചെട്ടിയാരുടെ കളി അവിടം വരായി. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെയല്ലോ കാര്യം. സണ്ണിയേ, സോളമാ, വണ്ടി നീ കയ്യേറി. ഞങ്ങള് മേലനങ്ങി വരുമ്പോഴത്തേക്ക് നീ വായിക്ക് രുചിയായിട്ട് വല്ല ഉണ്ടാക്കാൻ നോക്കും. അപ്പച്ചൻ പറഞ്ഞ പിന്നെ മുന്നും പിന്നും നോക്കാ. സോളമാ, നീ വണ്ടി എടുക്കണം. ഈ അപ്പനും മക്കളും കൂടി ഈ ക്രിസ്മസ് കോളവാക്കും. ചെട്ടിയാരെ വിളിക്കടാ നിന്റെ ചെട്ടിയാരെ. തലയിരിക്കുമ്പോ വാലാണല്ലേ സോളമ. നിങ്ങൾ സ്നേഹാലയം പണിയോ ഹിമാലയം ഉണ്ടാക്കുവോ എന്നാ വേണമെങ്കിൽ ചെയ്തോ, എനക്ക് പ്രശ്നമില്ലേ. ആനാ 1 ഏക്കർ 10 സെന്റ് ഭൂമിയില 1 സെന്റ് വിറിവ്, അതായത് പുറമ്പോക്ക്. അല്ലട കണ്ണാ, എങ്കടാ കച്ചേര നാ പാത്തതേ ഇല്ല. ചെട്ടിയാരിക്കാൻ പറ്റും, അപ്പച്ചനിരിക്കും. വേണ്ടടാനി, ചെട്ടിയാരിക്കട്ടെ. ഒരു പിടി മണ്ണിന് 1 കിഴി വെച്ച് പണം നാങ്ക തരുവേ. എടോ, തനിക്ക് ഇട്ടു മൂടാനുള്ള സ്വത്തുണ്ടെന്ന് വർക്കിക്കറിയാം. നാഴി മണ്ണിന് എന്നെ അളക്കാൻ നിക്കല്ലേ ചെട്ടിയാരെ, അളവ് പോലൊടിഞ്ഞു പോവും. ഞങ്ങൾ ഈ ക്രിസ്മസിനോട് വന്ന് സ്നേഹാലയം പണിയാണെങ്കിൽ അത് പണിതിട്ട് തന്നെ ഇവിടുന്ന് പോവുള്ളൂ. അതാണ് എണ്ണ വർക്കിച്ച ഭീഷണിയാ. അത് ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ. ഞങ്ങൾ ഈ മൂർത്തി കോവിൽ പണിയാനുള്ള പരിപാടിയിലാ. ഞങ്ങൾ വീണ്ടും പറയാ, വില എത്രയാന്ന് വെച്ചാ തരാം. അതെ, ലിക്വിഡ് മണിയാ വേണമാ ഗോൾഡാ വേണമാ പറഞ്ഞാ മതി. அப்படியா? எனக்கு முக்கியம் இந்த கோவில் தானே. இந்த பிளேஸில் கோவில் கட்டி மூர்த்தியை இருத்தி பூஜை பண்ணிடுவேன். அப்போ இந்த மண்ணில வேஸ்ட் எல்லாம் வந்து வீணா மூர்த்தி கோபமெல்லாம் உங்க மேல் பதிச்சுடுவே. ഇല്ല കണ്ണാ. ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലായി കിട്ടിയാരെ. പിന്നെ പെട്രോൾ പമ്പിലല്ലേ മൂർത്തിയെ കൂടിയിരുന്നത്. ഇത് നാടകം അപ്പച്ച. അത് താൻ അറിയണ്ട. എങ്ങളുടെ മൂർത്തി ഇവിടെ കുടികൊള്ളാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി. പെട്രോൾ പമ്പോ കോവിലേട്ടോ അത് ഞങ്ങൾ നോക്കിക്കോളാം. കൂടുതൽ ഷൈൻ ചെയ്യാൻ നിക്കല്ലേ. നിങ്ങൾ അമേരിക്ക കാണൂല. കായ് ചൂണ്ടല്ലടാ പാട്ടി. പാറക്കുന്നേല് വർക്കിയാ പറയുന്നേ. ഈ സ്നേഹാലയത്തിന്റെ തറക്കല്ലിടിയല് ചെട്ടിയാരെ കൊണ്ട് തന്നെയാ നടത്തിക്കുന്നത്. വാടാ മക്കളെ. എന്തടി ഞാൻ അന്നേ പറഞ്ഞതാ എന്നും കഴിഞ്ഞിട്ട് എന്നെ GNM പഠിക്കാൻ വിടാൻ. നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിനക്ക് പറ്റാവുന്നത് ചെയ്താ പോരെ. ഓ മതി, ഇപ്പൊ നോക്ക് അവളുടെ ഒരു ജാട.
നമുക്ക് നോക്കിയോ റീൽസ് എടുക്കണ്ടായോ? ആ ചെട്ടിയാരായിട്ടുള്ള കേസിനെ ഒതുക്കുന്ന ആലോചിക്കുമ്പോഴേ അവളുടെ റീൽസ്. നീ പോയേ. അച്ഛനോ? എന്നാ പറ്റിയ കോൾഡ് പിടിച്ചു? പിന്നെ നിങ്ങൾ വന്നപ്പോ തൊട്ട് എനിക്ക് കോൾ അടിച്ചിരിക്കുകയല്ലേ? അതല്ല, ജലദോഷം. അല്ല, ഞാനിവിടെ വന്നപ്പോഴേ ഒരു സാധനം പിടിക്കുകയായിരുന്നു, അതെനിക്ക് കിട്ടുന്നില്ല. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നാ പറ്റിയ അച്ഛൻ വിളിക്കുന്നു. എടുത്തിട്ട് കിടക്കുമായിരിക്കും. എന്നാ അച്ഛോ തപ്പുന്നേ? അല്ല, ഞാനേ എൻ്റെ ഫോൺ തപ്പുമായിരുന്നു, കൊണ്ടുവരാൻ മറന്നുപോയി. നിങ്ങൾ പഞ്ഞിക്കിട്ട കൊച്ചച്ഛനില്ലേ, പഞ്ചകർമ്മ ചികിത്സ പുഴുങ്ങാനിട്ടിരിക്കുമല്ലയോ, അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി ശകലം കാശ് ചോദിച്ച് വിളിച്ചായിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ടുമില്ല, കുറച്ച് കാശ് അയച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. തണ്ണിയേ, നിന്റെ ഗൂഗിൾ പേ ഉണ്ടോടാ? നിനക്കില്ല. ഡാനിയേ, നിനക്കുണ്ടോടാ ഗൂഗിൾ പേ? നിനക്കുമില്ല. അപ്പൊ വറീച്ചിന് കാണുമായിരിക്കും. അയ്യോ, എന്റെ ദൈവമേ, കൊച്ചച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പഞ്ചകർമ്മ ചികിത്സ പുഴുങ്ങായിട്ടിരിക്കുമല്ലയോ. അച്ചോ, ഇനി പുഴുങ്ങാനിട്ടിരിക്കുന്ന കൊച്ചച്ഛന് ഈ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ എണ്ണത്തോണിലിട്ടെങ്ങാനും വറക്കുമെന്ന് എന്റെ പേര്. ക്രിസ്മസ് ആയിട്ട് ഒരു വറയും പൊരിയൊക്കെ ഉള്ളത് നല്ലതാ. പേടിക്കണ്ട ചെല്ലായേ. അച്ഛന് മുടിഞ്ഞ ഗ്യാസ്. നീ കുടിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നേ. നീ എത്രയിലാടാ പഠിക്കുന്നത്? 5th-ലോ? 5ാം ക്ലാസ്സിലാ പഠിക്കുന്നെങ്കിൽ അവൻ ഈ ചിരിയൊക്കെ നല്ലതാ. കാണിക്കുന്നത് മൊത്തം മണ്ടത്തരം. അവന്റെ മണ്ടത്തരം മാറാൻ അച്ഛൻ അവന്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഏതായാലും ഇവിടെ വന്നതല്ലേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. സന്തോഷം. എന്തോ അല്ല, അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിച്ച അച്ചട്ടായിരിക്കും എന്ന് പറയുമായിരുന്നു. ഇങ്ങോട്ട് വന്നടാ, ഇങ്ങോട്ട് എന്റെ കർത്താവേ, ഇവന്റെ ഉള്ളിലെ സാത്താനെ നീ വേരോടെ പിടി തെറിയണമേ. ഒരനുസരണയില്ല, ഈ കൊല്ലം ഒരെണ്ണേ ഉള്ളൂ. അധികം ഒരെണ്ണം തന്നെ ധാരാളം. അച്ഛനുള്ള മരുന്ന് കുടിക്കട്ടെ. ഇതെന്നാ സാധനം കലക്കി തന്നിരിക്കുന്നത്? അച്ഛന് ഗ്യാസാന്നല്ലേ പറഞ്ഞേ? അതിനുള്ള ഒറ്റമൂലിയാണ്. എന്നതാ ഇത്? എഞ്ചിനീയറിൽ കുരുമുളക് ചേർത്തതാ. ഈ ഒടുക്കത്തെ ഒറ്റമൂലി കാരണം 2 ആഴ്ച ഞാൻ ഐസിയു കിടന്നു, അറിയാവോ? ഇനി അച്ഛനെ കൂടി കിടത്താനുള്ള പരിപാടിയാണോടി? എന്റെ സ്റ്റെല്ല, നീ എന്നെ കൊല്ലാൻ തുടങ്ങുമായിരുന്നോടി. വന്നല്ലോ. പിന്നെ പറയിച്ചാ ഒരു കാര്യം പറഞ്ഞതാ. നിങ്ങൾ എല്ലാരും തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുവാണല്ലോ. തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ സ്നേഹാലയത്തിന്റെ തറക്കല്ലിന്റെ കാര്യം അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്നേഹാലയത്തിന്റെ തറക്കല്ലിന്റെ കാര്യവും അച്ഛന്റെ ഗൂഗിൾ പേയുടെ കാര്യവും ശരിയാക്കിയിട്ട് ഞാനും എന്റെ പിള്ളേര് ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലും കഴിക്കാൻ. അയ്യോ, ഇവനിത് ആവശ്യത്തിന് വിളിച്ചാ കിട്ടുകയില്ല. ഇവനിത് എവിടെ പോയി തൊലഞ്ഞു കിടക്കും? ആരുടെ ഇതൊക്കെ കണ്ടുപിടിച്ചത്? ഹലോ, എവിടെ? എന്റെ ദൈവമേ, കർത്താവേ, ഇവനൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ. ഹലോ ഫുഡ് റെഡി ആയിട്ടുണ്ടേ. അവിടെ ഇരി. ഭക്ഷണമെന്ന് കേട്ടാ അപ്പ ചാടി അങ്ങ് എഴുന്നേറ്റോളും. ഇവിടെ ബാക്കിയുള്ളവന്റെ തലയിൽ തീയാ. ചോദിച്ചാ ഞങ്ങള് സമയത്തിന് വന്ന് കഴിച്ചോളാം. നീ പൊക്കോ. എവിടെ പോവാടാ? ഞങ്ങളൊന്ന് ക്ലബ്ബിൽ പോവാം. എവിടെങ്കിലും പോകും. ഹലോ, എടാ ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്റെ അപ്പച്ച, ചേട്ടൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനല്ലേ, തിരക്കുണ്ടാവും. എന്ത് തിരക്ക്? അവന് മാത്രമേ തിരക്കുള്ളൂ, നമുക്ക് ആർക്കും തിരക്കില്ല. അപ്പന്റെ കോള് കണ്ടാൽ തിരിച്ചു വിളിക്കാതിരിക്കില്ല. ഹലോ ഹലോ, റോബിനെ. ചാച്ചനാ. എത്ര നേരമായിടാവേ നിന്നെ ഞാൻ വിളിക്കുന്നു. എടാ ഇവിടെ ആകെ കുഴപ്പമായിട്ട് കിടക്കുവാ. കുഴപ്പം? ഇവിടെ ക്രിസ്മസിന്റെ ഒക്കെ തിരക്ക്. നിനക്ക് മാത്രമേ തിരക്കുള്ളൂ, ഇവിടെ ഞങ്ങൾക്ക് ആർക്കും തിരക്കില്ലേ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ടെ, ഭാര്യ മക്കളുടെ ഷോപ്പിങ്ങിനൊക്കെ പോകായിരുന്നു. അവളാണെങ്കിൽ കിടന്ന് വാശി പിടിക്കുക ഷോപ്പിംഗ്. നിങ്ങൾക്ക് 24 മണിക്കൂറും ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. എടാ നീ ഒന്ന് ഈ കേസിൽ ഇടപെടറാ. ആ ചെട്ടിയാറ കേസോ? ഞാൻ ഡാനിക്ക് കൊടുക്കാം. നടാ ചേട്ടായി, ആ ചെട്ടിയാറെ കൊണ്ട് മഹാശല്യമാണെന്ന് ഇപ്പൊ അയാള് പറയുന്നത്. നമ്മുടെ സ്ഥലത്ത് പുറമ്പോക്ക് കയറി കിടപ്പുണ്ടെന്ന്. എന്തൊരു കഷ്ടം.
ചേട്ടായി ആ, പറയ്. ചേട്ടായി ഇടപെട്ടാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഈ അപ്പനോടൊന്ന് പറഞ്ഞു കൊടുക്കും. എടാ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നേ പിന്നെ ആ അച്ഛൻ സ്നേഹാലയം സ്നേഹാലയം ഒന്നും പറഞ്ഞ് പുറകെ നടക്കുക. ഇപ്പൊ അച്ഛന്റെ മുഖത്താണെങ്കിൽ ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത പോലെയാണ്. എടാ നീ എങ്ങനെയെങ്കിലും ആ ചെട്ടിയാരെ ഒന്ന് വളച്ചൊതുക്കിയിട്ട് ആ സ്നേഹാലയത്തിന്റെ തറക്കല്ലിടാനുള്ള പണി ഒന്ന് ചെയ്തതാ. ശരിയാക്കാം, നാളെ തന്നെ ശരിയാക്കാം. മതി, ഉറപ്പാണ്, ശരിയായിക്കോളാം. ഉറപ്പാന്നേ? ഓ എന്റെ പൊന്നു കർത്താവേ, അത് മതി. ആ പിന്നെ ചെട്ടിയാരെ എന്റെ മുമ്പില് പഞ്ചപുച്ച മടക്കി നിൽക്കണം കേട്ടോ. ചെട്ടിയാരെ കെട്ടിമ്പടമൊക്കെ നമുക്ക് എന്ന് മടക്കാം. അത്രോ? അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ക്രിസ്മസിന് കാണാം. ഹാപ്പി ക്രിസ്മസ്, കാണാം. അപ്പച്ചാ തറക്കല്ലിടൽ വല്ലതും നടക്കുവോ? ഇവൻ എവിടുത്തുകാരനാണ്? എടാ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്നേഹാലയത്തിന്റെ തറക്കല്ലിട്ടിരിക്കും. അപ്പൊ ചെട്ടിയാരോ? എന്തിനാടാ മക്കളെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണത്? അപ്പനാരാ മോൻ. ചെട്ടിയാര് വലിയ പുലിയാണെന്ന് പറഞ്ഞ എന്താ കാര്യം? വർക്കിച്ചനെയും മക്കളുടെയും മുന്നിൽ തോറ്റുപോയില്ലേ? എത്ര കടകൾ അടുപ്പിച്ചേ, എത്ര വണ്ടികൾ പിടിപ്പിച്ചേ. സീക്രം പാടാ, കൂർത്ത് തെറ്റൂടാ. അവിടെ കൊണ്ടിട്ടോളൂ. ചെട്ടിയാര് വാനം തോണ്ടാ കൊഞ്ചം തണ്ണി കൊടുക്കയ്യാ. ആണ്ട ചെട്ടിയാർ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ തറക്കല്ലിടൽ കർമ്മം കഴിയാതെ എന്റെ കുടുംബത്തിൽ നിന്ന് പച്ച വെള്ളം കിട്ടും. ചെട്ടിയാർ കരുതണ്ട, മാന്താങ്ങോട്. അയ്യോ എടോ, ശരീരം അനങ്ങട്ടെ. എടോ തന്നെ പോലുള്ള ഒരു കാരണമാണ് ഈ നാട്ടില് ബംഗാളികൾ വന്ന് നിറയണത്. ആഞ്ഞു വെട്ടങ്ങോട്. എന്റെ വർക്കിച്ച ഈ ചെട്ടിയാരെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കും? അതൊക്കെ ഒരു ഒറ്റ ഫോൺ കോള് പോരെ. ഇനി അച്ഛന് വല്ല സ്ഥലം മാറ്റവും വേണമെങ്കിൽ എന്നോട് പറ. അരമനയെന്നൊരു ഒറ്റ ഫോൺ കോളേ വരത്തുള്ളൂ. എന്റെ വർക്കിച്ച ഇവിടെ നല്ല കിട്ടപ്പോരല്ലേ എനിക്ക്, പിന്നെ ഞാനത് കളഞ്ഞു കുളിക്കണോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. കുളിക്കാൻ ചൂടുവെള്ളം വെച്ചേക്കോ, ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. എന്നാ വാ. എന്നാ സമയം കളയുന്നില്ല, ഞങ്ങളങ്ങ് ഇറങ്ങുക. പിന്നെ ഇടയ്ക്ക് വന്ന് വീടും പരിസരമൊക്കെ ഒന്ന് നോക്കിക്കോണം. വർക്കിച്ചും ധൈര്യമായിട്ട് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോ. സ്നേഹാലയത്തിന്റെ പണി നടക്കുക. തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെയും 4 കണ്ണും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി എന്നാ വർക്കിച്ച നാട്ടിലേക്ക്? ഈ അമേരിക്കയിൽ പോയി കിടന്ന് സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്തടാ തോന്നിയ? വല്ലപ്പോഴും ഒക്കെ ആ നാട്ടിലേക്ക് വരും. നിങ്ങളോടൊപ്പം കൂടുമ്പോഴാ ഒരു മനസമാധാനം. എന്നാ പിന്നെ ഫോട്ടോ മാപ്പിള. மன்னிச்சிடுங்க, ஒண்ணுமே மனசுக்குள்ள வச்சிடாதுங்க. சந்தோஷமா போயிட்டு வாங்க. വർക്കിച്ചാ நீங்க கெட்ட போற ஸ்னேகாலயத்தோட ஒர்க் எல்லாம் நாங்க தான் செய்ய போறேன். അപ്പ അടുത്ത ക്രിസ്മസിന് കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.